ഓക്കെ, അടുത്തത് ശ്രദ്ധിച്ചേ, പവർ ഓഫ് ലെൻസ്. ഓക്കെ, പവർ ഓഫ് ലെൻസ്. പവർ ഓഫ് ലെൻസ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ്, ശ്രദ്ധിച്ചേ, പവർ ഓഫ് ലെൻസ്. പവർ ഓഫ് ലെൻസ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത്? പവർ ഓഫ് ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പവർ ഓഫ് ലെൻസ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ആൻഡ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റർ. മീറ്ററിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. യൂണിറ്റ് ഡയോപ്റ്റർ. ഓക്കെ, ഡയോപ്റ്റർ. കോൺകേവിന്റെ പവർ നെഗറ്റീവ് ആയിരിക്കും, കോൺവെക്സിന്റെ പവർ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എഴുതിക്കോട്ടാ. പവർ ഓഫ് എ ലെൻസ് is the reciprocal of focal length and is expressed in meter. And is expressed in meter. Meter. P equal to 1 by F. Unit diopter. Power of a lens is the reciprocal of focal length and is expressed in meter. ഇതും 10th പഠിച്ചിട്ടുള്ളതല്ലേ, പവർ എല്ലാം പഠിച്ചിട്ടുള്ളതല്ലേ. ഇവിടെ ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ, പഠിച്ചിട്ടുള്ളതല്ലേ. ജസ്റ്റ് ഡെഫിനിഷൻ ഒന്ന് നോക്കി വെക്കുക. പവർ ഇസ് റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്, യൂണിറ്റ് ഡയോപ്റ്റർ. പിന്നെ ഇത് രണ്ടും ഒന്ന് നോക്കിയാൽ മതി. കോൺകേവിന്റെ പവർ നെഗറ്റീവ് ആയിരിക്കും, കോൺവെക്സിന്റെ പവർ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, എഴുതിയാ? ഗൗരി എഴുതിയാ? ഓക്കെ, അടുത്തത് കോമ്പിനേഷൻ ഓഫ് ലെൻസ്. ഇത് നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ. അപ്പൊ നമ്മളൊരു ഡെറിവേഷൻ പഠിച്ചില്ലേ. ഒരു ലെൻസ് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ഒരു സർഫസിലാണ്, ഒരു സർഫസിൽ ഒരു ഫസ്റ്റ് സർഫസ് കൺസിഡർ ചെയ്യാനാണെങ്കിൽ പോയിന്റ് ഒബ്ജക്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്നു, റിഫ്രാക്ട് ചെയ്യുന്നു, ഇമേജ് ഇവിടെ കിട്ടുന്നു. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഓർമ്മയില്ല. അതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഇന്ന് എഴുതാൻ പറഞ്ഞത്. അത് എഴുതിയാലേ ഇതുകൂടി പറയാൻ പറ്റുള്ളൂ. അത് ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ എഴുതാൻ പറഞ്ഞത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സെയിം സ്റ്റെപ്പ് തന്നെ. കഴിഞ്ഞ ക്ലാസ്സിലെ ലെൻസ് മേക്കേഴ്സ് നമ്മൾ ഒരു ലെൻസ് മാത്രമല്ല കൺസിഡർ ചെയ്ത് പറഞ്ഞോളൂ. ഇത് ഒരു ലെൻസ് ആയാലും മതി. ഞാൻ ജസ്റ്റ് കോമ്പിനേഷൻ കാണിക്കാൻ വേണ്ടി രണ്ടെണ്ണം വരച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ രണ്ട് ലെൻസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ലെൻസ് ഇത്, സെക്കൻഡ് ലെൻസ് ഇത്. അപ്പൊ ഈ ഒരു ലെൻസ് മാത്രമേ ഉള്ളെന്ന് വിചാരിക്കാം. ഫസ്റ്റ് ഇരിക്കുന്ന ഈ ലെൻസ് മാത്രമേ ഉള്ളെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇവിടെയാണ് പോയിന്റ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഇപ്പൊ രണ്ട് ലെൻസ് ഉള്ള ഫിഗർ ആണ് നമ്മൾ വരച്ചേക്കുന്നത്. ഈ ഒരു ലെൻസ് മാത്രമാണ് ഉള്ളെന്ന് വിചാരിക്കുക. ഇത് പോയിന്റ് ഒബ്ജക്റ്റ്. പോയിന്റ് ഒബ്ജക്റ്റിൽ നിന്ന് ഇൻസിഡന്റ് റേ പോകുന്നു, റിഫ്രാക്ട് ചെയ്യുന്നു. ഇമേജ് നമുക്ക് കിട്ടുന്നത് ഐ ഡാഷിലായിരിക്കും. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സെയിം കൺസെപ്റ്റ് ആണ്. ഇനി സെക്കൻഡ് സർഫസ് അല്ലെങ്കിൽ സെക്കൻഡ് ലെൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് വെക്കുന്നത് എവിടെ ആയിരിക്കും? ഒബ്ജക്റ്റ് വെക്കുന്നത് ഐ ഡാഷിലും ഇമേജ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഐയിലും ആയിരിക്കും. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് നമ്മൾ ഒരു ലെൻസ്, ഈ ഫസ്റ്റ് ലെൻസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ ഈ ഫസ്റ്റ് സർഫസ് അല്ലെങ്കിൽ ഫസ്റ്റ് ലെൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പോയിന്റ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇവിടെയാണ്. പോയിന്റ് ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് എവിടെയാണ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്താ? യു തന്നെ. ഓക്കെ, ഇമേജ് നമുക്ക് കിട്ടുന്നത് എവിടെയാണെന്നാ പറഞ്ഞത്? ഐ ഡാഷ്. ഇമേജ് കിട്ടുന്നത് ഐ ഡാഷ്. ഐ ഡാഷ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? വി ഡാഷ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ലെൻസിന്റെ കേസ്.
ഇനി സെക്കൻഡ് സർഫസ് അല്ലെങ്കിൽ സെക്കൻഡ് ലെൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലെൻസ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് എവിടെ ആയിരിക്കും വെക്കുന്നത്? ഒബ്ജക്റ്റ് വെക്കുന്നത് ഇവിടെ ആയിരിക്കും. ഒബ്ജക്റ്റ് ഇവിടെ വെക്കും, ഇമേജ് ഇവിടെ കിട്ടും. അപ്പൊ ഒബ്ജക്റ്റ് ഇവിടെ ആണെങ്കിൽ ആ ഡിസ്റ്റൻസ് എന്തായിരിക്കും? വി ഡാഷ്. ഇമേജ് നമുക്ക് കിട്ടുന്നത് എവിടെയായിരിക്കും? വി, അതായത് ഐ. അപ്പൊ വിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അത് തന്നെ സെയിം കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെയും കോമ്പിനേഷൻ ഓഫ് ലെൻസിലും ഉപയോഗിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഏതായിരിക്കും? ലെൻസ് ഫോർമുല ഇല്ലേ നമ്മുടെ 1/v മൈനസ് 1/u ഈക്വൽ ടു 1/f. ഈ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് സർഫസിൽ, അതായത് ഫസ്റ്റ് ലെൻസിന്റെ കേസിൽ നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ ഇതാണ് ഫോർമുല 1/v മൈനസ് 1/u ഈക്വൽ ടു 1/f. ഈ ഫോർമുല നമ്മൾ ഫസ്റ്റ് ലെൻസിന്റെ കേസിൽ ഉപയോഗിക്കുമ്പോൾ പറഞ്ഞേ 1/v. വിയുടെ പ്ലേസിൽ എന്തായിരിക്കും? ഫസ്റ്റ് ലെൻസിന്റെ കേസിൽ ഇമേജ് ഡിസ്റ്റൻസ് എന്താണ്? വി ഡാഷ്. അപ്പൊ 1/v ഡാഷ് മൈനസ് യു എന്താണ് ഫസ്റ്റ് കേസിൽ? യു തന്നെ. അപ്പൊ 1/u ഈക്വൽ ടു 1/f1 എന്ന് കൊടുക്കണേ ഫസ്റ്റ് ലെൻസിന്റെ. ഓക്കെ, ഇനി സെക്കൻഡ് ലെൻസ്, ദിസ് ഇസ് ടേക്കൻ ആസ് ഇക്വേഷൻ നമ്പർ 1. ആൻഡ് സെക്കൻഡ് ലെൻസിന്റെ കേസിൽ ഈ ഫോർമുല ഒന്ന് പറഞ്ഞേ 1/v. വിയുടെ പ്ലേസിൽ വി തന്നെ, ഇമേജ് ഡിസ്റ്റൻസ് വി തന്നെയാണ്, മൈനസ് 1/u ന്റെ പ്ലേസിൽ എന്താ വന്നേക്കുന്നത്? വി ഡാഷ് ഈക്വൽ ടു 1/f2. Okay, this is taken as equation number 2. Adding equation 1 and 2. Adding equation 1 and 2, we get 1/v dash minus 1/u plus 1/v dash, sorry, 1/v minus 1/v dash equal to 1/f1 plus 1/f2. ഈ വി ഡാഷും ഈ വി ഡാഷും ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് 1/v മൈനസ് 1/u ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2. ഓക്കെ, ഈ 1/v മൈനസ് 1/u എന്ന് പറഞ്ഞാൽ എന്താ തന്നെയാ? 1/f. അപ്പൊ നമുക്ക് എങ്ങനെയാണ്? എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത്. എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു 1/v മൈനസ് 1/u ഈക്വൽ ടു 1/f1 plus 1/f2. That is 1/f equal to 1/f1 plus 1/f2. Okay, ഇനി effective power. അപ്പൊ കോമ്പിനേഷൻ, രണ്ട് ലെൻസ് വന്നിട്ടുണ്ടെങ്കിൽ കോമ്പിനേഷൻ ആണ് വരുന്നതെങ്കിൽ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 1/f equal to 1/f1 plus f2. ഇനി എഫക്റ്റീവ് പവർ P equal to എങ്ങനെ വരും? 1/f1 എന്ന് പറഞ്ഞാൽ എന്താ? P1 plus P2. എഫക്റ്റീവ് പവർ. ഓക്കെ, ഇനി അടുത്തത് മാഗ്നിഫിക്കേഷൻ. M equal to M1 into M2 എന്ന് എഴുതണം. ഇത് മാത്രം ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. ബാക്കി രണ്ടും സമ്മാണ്. ഇവിടെ പ്രോഡക്റ്റ് എടുക്കണം എഫക്റ്റീവ് മാഗ്നിഫിക്കേഷൻ കാണാനാണെങ്കിൽ. ഓക്കെ, വേഗം എഴുതിക്കോ. ചിരിക്കുന്നുണ്ടെന്ന് ചിരിക്കും, പിന്നെ പിന്നെ നോക്കി ചിരിക്കണമെങ്കിൽ അടിക്കൊന്നുമില്ലല്ലോ.
M1/2 അത് ശ്രദ്ധിക്കണം കേട്ടോ. അതങ്ങനെയാണ്, ആ കണ്ടീഷൻ അത് പഠിക്കുന്നത്. ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിലും സെയിം തന്നെയാണ്. ഫസ്റ്റ് ഒബ്ജക്റ്റ് വെച്ചപ്പോഴത്തേക്കും നമുക്ക് ഇമേജ് കിട്ടിയത് ഐഡാഷിലാണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഒബ്ജക്ട്, അതായത് സെക്കൻഡ് ലെൻസ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഏത് ഇതിപ്പോ അത് കണ്ട ലെൻസ് മേക്കേഴ്സ് എഴുതിയിട്ടല്ല, ഒരൊറ്റ ലെൻസ് ആയിട്ട് കൺസിഡർ ചെയ്താലും മതി. ഒരു ലെൻസ് വരച്ചിട്ട് നമ്മൾ അതിന്റെ രണ്ട് സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. കോമ്പിനേഷൻ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ രണ്ട് ലെൻസ് വരച്ച് കാണിച്ചേക്കണം. അപ്പോൾ ഒരു ലെൻസ് കൺസിഡർ ചെയ്താലും ഇതിന്റെ ഈ ഒരു സർഫസും ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സർഫസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുവാണെങ്കിൽ ഇങ്ങനെ വന്ന് ഇവിടെ ആയിരിക്കും നമുക്ക് ഇമേജ് കിട്ടുന്നത്. സെക്കൻഡ് സർഫസ്, അതായത് ഈ ഒരു സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒബ്ജക്റ്റ് വെച്ച് ഇവിടെ ഇമേജ് കിട്ടും. അപ്പൊ ഫസ്റ്റ് ഒബ്ജക്റ്റിന്റെ ഇമേജ് എവിടെയാണോ കിട്ടിയത് അവിടെ ആയിരിക്കും നമ്മൾ സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്റ്റ് കൊണ്ടേ വെക്കണത്. ഇമേജ് കിട്ടുന്നത് കയ്യിൽ. പിന്നെ ഞാൻ ഓർത്തിപ്പോ സാധാരണ ചിരിക്കണമല്ലോ. ഇത് മാഗ്നിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? അത് തന്നെ. HI/H1 എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ V/U എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ല. അത് തന്നെ. അപ്പൊ എഫക്റ്റീവ് നമ്മൾ മിററിന്റെ കേസിലാണ് പഠിച്ചേക്കുന്നത്. അപ്പൊ രണ്ട് ലെൻസ് എന്നിട്ട് അതിന്റെ കോമ്പിനേഷനിൽ മാഗ്നിഫിക്കേഷൻ കാണാൻ പറയുന്നുണ്ടെങ്കിൽ M1 കണ്ടുപിടിക്കുക, M2 കണ്ടുപിടിക്കുക. രണ്ടും പ്രോഡക്റ്റ് ആണ്. M1 എന്നാ എഴുതിയേക്കണം. M1/M2 പ്രോഡക്റ്റ് എടുത്താൽ മതി. രണ്ട് ലെൻസിന്റെ സെപ്പറേറ്റ് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചിട്ട് അതിന്റെ പ്രോഡക്റ്റ് എടുക്കും, മാഗ്നിഫിക്കേഷൻ കിട്ടും. കഴിഞ്ഞ
എന്തേ ആ, ഇത് എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ടാവുള്ളൂ. കോമ്പിനേഷൻ വെച്ച് കഴിയുമ്പോൾ ഫോക്കൽ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും അതാണ് നമ്മൾ നോക്കി. ഇപ്പൊ നമ്മൾ 2-3 കപ്പാസിറ്റർ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീരീസും ഇതും കണ്ടുപിടിച്ചില്ലേ. അതുപോലെ 2 ലെൻസ് വന്നു കഴിയുമ്പോൾ അതിന്റെ ഫോക്കൽ ലെങ്ത് എങ്ങനെ വരും, പവർ എങ്ങനെ വരും, മാഗ്നിഫിക്കേഷൻ എങ്ങനെ. അത്രേ ഉള്ളൂ. ഏതാണ് ഇതിനെന്തോ ചെയ്തു.